നമസ്കാരം. മഴയത്ത് എന്ന തന്റെ ആദ്യത്തെ കൃതിക്ക് തന്നെ ബാലസാഹിത്യത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ പ്രശസ്ത ബാലസാഹിത്യകാരനായ ശ്രീ ഉണ്ണി അമ്മയമ്പലത്തിന്റെ കേരളത്തിലെ കായലുകൾ, പരിസ്ഥിതിയും ആവാസ വ്യവസ്ഥയും എന്ന കൃതിയുടെ പുസ്തക പ്രകാശനത്തെത്തിയിരിക്കുന്ന ഓരോരുത്തർക്കും വേദിയിലേക്ക് സ്വാഗതം. പുസ്തകം പരിചയപ്പെടുത്തുന്നതിനായി റെവറൻഡ് ഫാദർ റിനോജ് വട്ടക്കാനായിലിനെ ക്ഷണിച്ചുകൊള്ളും. ആദ്യമായിട്ട് തന്നെ ഞാൻ ഇതിന്റെ ഗ്രന്ഥകർത്താവിനെ ഒന്ന് പരിചയപ്പെടുത്താം. നമുക്കെല്ലാവർക്കും പരിചിതനായ ഉണ്ണി സാറാണ്, ഉണ്ണി അമ്മയമ്പലം സാർ. കായലിനെ കുറിച്ച് അറിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വള്ളംകളിയും വഞ്ചിപ്പാട്ടുകളും അതുപോലെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. പക്ഷേ ഇതിനേക്കാൾ അധികമായിട്ട് നമ്മുടെ ഈ കേരളത്തിന്റെ കായലുകളാൽ സമ്പുഷ്ടമായ കേരളത്തിന്റെ നമ്മുടെ കാലാവസ്ഥയിൽ ഈ കായലുകൾ നൽകുന്ന സംഭാവനകൾ, ഇതിലെ ജൈവ വൈവിധ്യങ്ങൾ, ഈ കായലുകൾ നമുക്ക് നൽകുന്ന നന്മകൾ, ഇതിനെ ഏറ്റവും സരസമായി ഏറ്റവും സുന്ദരമായിട്ട് അദ്ദേഹത്തിന്റെ ഈ കൊച്ചു പുസ്തകത്തിൽ അദ്ദേഹം ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും വായിക്കാവുന്ന രീതിയിൽ ഒരു മുത്തശ്ശി കഥ പോലെയാണ് ഈ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കൂടുതൽ കായലിനെ സ്നേഹിക്കാൻ, നമ്മുടെ ജൈവ വൈവിധ്യത്തെ സ്നേഹിക്കാൻ ഈ കൊച്ചു പുസ്തകം ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എല്ലാവിധ ആശംസകളും നിർത്തുന്നു. നന്ദി ഫാദർ. പുസ്തക പ്രകാശനത്തിനായി ശ്രീ സോ ഹെൻറോയെയും പുസ്തകം സ്വീകരിക്കുന്നതിനായി ഫാദർ ടോമി നമ്പ്യാർ പറമ്പലിനെയും സ്വീകരിച്ചു. നാം ഏവരും ആകാംക്ഷാപൂർവം കാത്തിരുന്ന ആ നിമിഷം സമാഗതമായിരിക്കുന്നു. ശ്രീ സോഹൻ റോയ് നമ്മോട് 2 വാക്ക്. ഗ്രന്ഥകർത്താവ് ശ്രീ ഉണ്ണി, വേദിയിലിരിക്കുന്ന അധ്യാപകരെ, എൻ്റെ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, മറ്റ് ഈ സ്കൂളിലെ അധ്യാപകരെ, ഒരുപാട് സന്തോഷമുണ്ട്. വളരെ തിരക്കേറിയ ഒരു ഇത്തവണത്തെ വരവിനിടയിൽ ഇങ്ങനെ ഒരു ചടങ്ങിൽ എന്നെ ക്ഷണിച്ചതിന് ആദ്യം നന്ദി പറയുന്നു. ഒരുപക്ഷെ ഈ വേദിയിൽ വരുവാനുള്ള യഥാർത്ഥ കാരണം ഈ പുസ്തകത്തിൻ്റെ സബ്ജക്റ്റാണ്. കായലിനെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകം. ഒരുപക്ഷെ കേരളത്തിൽ ഇന്ന് വരെ ആരും പുസ്തകരൂപത്തിൽ ഇറക്കാൻ ശ്രമിക്കാതിരുന്ന കാര്യങ്ങൾ, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, എങ്കിൽ കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു പുസ്തകത്തിൽ ഇറക്കാൻ ശ്രീ ഉണ്ണി കാണിച്ച ഈ ശ്രമത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ കായൽ എന്നുള്ള ഈ ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് എനിക്ക് തോന്നുന്നത് 1993 തോന്നുന്നു. ദ വീപ്പിംഗ് റൈസ് ബൗൾ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി ആദ്യമായിട്ട് കായലിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുട്ടനാട്ടിലെ പാടശേഖരങ്ങളെക്കുറിച്ച് സീഡിറ്റിൽ, തിരുവനന്തപുരത്തുള്ള സീഡിറ്റ് എന്ന് പറയുന്ന റിസർച്ച് വിങ് ഒരു ഡോക്യുമെൻ്ററി ചെയ്യുകയുണ്ടായി. അന്നതിൻ്റെ തിരക്കഥ രൂപം തയ്യാറാക്കിയതിൻ്റെ റിസർച്ച് നടത്തിയതും എൻ്റെ ബ്രദറിലായ ഡോക്ടർ അജിത് കുമാറാണ്. അപ്പോൾ അദ്ദേഹം ആ തിരക്കഥ ഉണ്ടാക്കുമ്പോഴും പിന്നീട് ആ ഡോക്യുമെൻ്ററിയുടെ എഡിറ്റിംഗ് വേളകളിലും ഞാൻ അതിൽ പലപ്പോഴും പങ്കെടുക്കുകയുണ്ടായി. അതിലൂടെയാണ് ആക്ച്വലി കായലിനെക്കുറിച്ചും അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ ആദ്യമായിട്ട് എനിക്കൊരു ചിത്രം കിട്ടുന്നത്. പക്ഷേ പിന്നീട് എന്തുകൊണ്ടോ എനിക്ക് കായലിനെക്കുറിച്ച് പെട്ടെന്ന് അവിടെ പോകാനോ അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാനോ സാധിക്കാത്തൊരവസ്ഥയായിരുന്നു. പിന്നീട് ഒരു 7-8 വർഷത്തിന് മുമ്പ് ഒരിക്കൽ വളരെ യാദർച്ഛികമായിട്ട് കുറച്ച് സുഹൃത്തുക്കളോടൊപ്പം പുന്നമട കായലിൽ ഒരു ബോട്ടിങ്ങിന് വേണ്ടി അവിടെ ഒരു ഹൗസ് ബോട്ടിൽ ആണ് ഞാൻ അങ്ങനെ പോകുമ്പോഴാണ് ആദ്യമായിട്ട് ഈ കായലിനെ നേരിട്ട് കണ്ടറിയുവാൻ സാധിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ ഒരു ദിവസം എടുത്തില്ല, ഏതാണ്ട് ഒരു പകൽ മാത്രമേ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു പകൽ കൊണ്ട് എൻ്റെ മനസ്സിലേക്ക് ഒരുപക്ഷെ ഈ ഡാം 999 എന്ന് പറയുന്ന സിനിമ ഉണ്ടാക്കുവാനുള്ള കാരണത്തെക്കാൾ എന്നെ ഏറ്റവും അധികം ആദ്യം സ്വാധീനിച്ചത് കായലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ.
അവിടുത്തെ തണ്ണീർമുക്കം ബണ്ട് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാമായിരുന്നു എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്നത്. കാര്യം ആ സമയത്ത് ഏതാണ്ട് 450ഓളം ഹൗസ് ബോട്ടുകൾ ഓടുന്ന ഒരു കായലാണ് പുന്നമടയിൽ ഉണ്ടായിരുന്നത്. ഈ കായലിൽ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയത്, ഭക്ഷണം കഴിച്ചിട്ട് ഇതെടുത്ത് വെള്ളത്തിലേക്ക് കളയുകയാണ്. മലമൂത്ര വിസർജനം മുഴുവൻ ഈ കായലിലേക്ക് പോവുകയാണ്. എന്തൊക്കെ മാലിന്യങ്ങൾ ഏതൊക്കെ രീതിയിൽ മലീമസമാക്കാവോ ആ രീതിയിലെല്ലാം ഈ 450 ഹൗസ് ബോട്ടുകൾ വന്ന് അവിടെ ഈ കായലിനെ മലീമസമാക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കായലെന്ന് പറഞ്ഞാൽ വളരെ കണ്ണുനീര് പോലെയുള്ള ജലം. പക്ഷേ അപ്പോൾ തന്നെ കാണുന്നത് വളരെ അതിനെ ഏത് നിറത്തിലുള്ള ജലമെന്ന് നമുക്ക് വിളിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു നിമിഷം ഞാൻ ആലോചിച്ചത്, ഈ ഒരു രീതിയിൽ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എത്ര കാലം ഈ കെട്ടിക്കിടക്കുന്ന ഈ വെള്ളം, കാര്യം ആ തണ്ണീർമുക്കം ബണ്ട് വന്നതോടുകൂടി ആ വേലിയിറക്കവും വേലിയേറ്റവും എല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രകൃതിക്കെതിരെ നാം തീർത്ത ആ ഒരു ബണ്ട്, അത് എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് ഒരു നിമിഷം മനസ്സിലൂടെ പോയപ്പോഴാണ് ബേസിക്കലി ഒരു ഷിപ്പ് ഡിസൈനർ എന്ന നിലയിൽ എനിക്ക് ഇന്ത്യയിൽ ആ സമയത്ത് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. എൻ്റെ പ്രവർത്തന മേഖല മുഴുവൻ വിദേശത്തായിരുന്നു. അപ്പോൾ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് കരുതിക്കൊണ്ടാണ് ആദ്യമായിട്ട് കേരളത്തിൽ സയന്റിഫിക്കലി ഡിസൈൻ ചെയ്ത ഒരു ഹൗസ് ബോട്ട്. കാര്യം ഇന്നത്തെ നമ്മുടെ ഹൗസ് ബോട്ടുകൾക്ക് ഒരു നിയന്ത്രണം കൊണ്ടുവന്നില്ലെങ്കിൽ അത് സമീപഭാവിയിൽ, കാര്യം ടൂറിസം മേഖലയിലേക്ക് കടന്നു വരുന്ന കേരളത്തിൽ നൂറുകണക്കിന് ഹൗസ് ബോട്ടുകൾ വരുമെന്നും അത് താമസിയാതെ ഈ കായലിനെ സമ്പൂർണ്ണമായും ഇല്ലാതാക്കും എന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് ആദ്യമായിട്ട് ഒരു ഹൗസ് ബോട്ട് സയന്റിഫിക്കലി ഡിസൈൻ ചെയ്തുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള വിസർജ്യ വസ്തുക്കൾ എല്ലാം അതിനകത്ത് തന്നെ പ്രോസസ്സ് ചെയ്യാവുന്ന രീതിയിൽ ബയോളജിക്കലി പ്രോസസ് ചെയ്യാവുന്ന ഒരു സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, അതിനകത്ത് തന്നെ തീ പിടിച്ചു കഴിഞ്ഞാലുള്ള ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്സ്, ഒരു അപകടം വന്നാൽ രക്ഷപ്പെടാനുള്ള ലൈഫ് സേവിംഗ് എക്യുപ്മെന്റ്സ് തുടങ്ങി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടി ഒരു ഹൗസ് ബോട്ട് ഞങ്ങൾ ആദ്യമായിട്ട്, അതും പ്രകൃതിയുമായി ഒത്തിണങ്ങുന്ന രീതിയിൽ തന്നെ, ഒരു മരം മുറിച്ച് ഒരു ഹൗസ് ബോട്ട് ഉണ്ടാക്കുന്നതിന് പകരം സ്റ്റീലിൽ തന്നെ റീസൈക്കിൾ ചെയ്യാവുന്ന രീതിയിൽ ഒരു ഹൗസ് ബോട്ട് ഉണ്ടായിക്കൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് കേരളത്തിലേക്ക് എൻ്റെ പ്രവർത്തന മേഖല വ്യാപിപ്പിക്കുന്നത്. പിന്നീടാണ് ആ ഹൗസ് ബോട്ട് ഞങ്ങൾ കൊച്ചിയിൽ നടന്ന ബോട്ട് ഷോയിൽ അവതരിപ്പിക്കുമ്പോൾ മിനിസ്റ്റർ വന്ന് കാണുകയും അദ്ദേഹം വളരെയധികം അതിൽ സന്തുഷ്ടനായിട്ട് ഒരു മാസം പോലും എടുത്തില്ല, അതിനുള്ളിൽ തന്നെ പുതിയ നിയമം വരികയാണ്. ആ നിയമത്തിലൂടെയാണ് ഇന്ന് കേരളത്തിലോടുന്നത്. ഇന്ന് കേരളത്തിൽ ആയിരക്കണക്കിന് ഹൗസ് ബോട്ടുകളായി കഴിഞ്ഞു. ഈ ഹൗസ് ബോട്ടുകൾക്കെല്ലാം ഇന്ന് ഒരു നിയമമുണ്ട്. അവർക്കൊരിക്കലും ഈ വിസർജ്യ വസ്തുക്കൾ കായലിലേക്ക് ഇടാൻ സാധിക്കില്ല. ഒരു പക്ഷേ അന്ന് അത്തരം ഒരു നീക്കം ഗവൺമെന്റ് നടത്തിയതുകൊണ്ടായിരിക്കാം ഇന്ന് നമ്മളുടെ കായലുകൾ ഇപ്പോഴും പൂർണ്ണമായും മലിനരഹിതമായിട്ടില്ല എങ്കിൽ തന്നെയും ഇന്നും അത് നിലനിൽക്കുന്നതും നമ്മുടെ ടൂറിസം മേഖലയെ അത് ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നു ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും. പിന്നീട് തന്നെ അടുത്ത ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു ചുണ്ടൻവള്ളം സ്റ്റീലിൽ ഉണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റ്. അതും ഇന്ന് അവിടെയുണ്ട്. അത് ഗിന്നസ് ബുക്കിലും കയറി. അപ്പോൾ ഞാൻ ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം വന്നത് അതുകൊണ്ട് തന്നെയാണ്. കായലിനെ കുറിച്ചൊരു പുസ്തകം വരുന്നു. കാര്യം സീഡിറ്റുണ്ടാക്കിയ ആ ഡോക്യുമെന്ററി ഇന്നും യൂട്യൂബിൽ അവൈലബിൾ അല്ല. ഒരു സർക്കാർ നിർമ്മിച്ച സാധനമാണെങ്കിൽ കൂടി അത് ഇന്ന് വളരെ ബുദ്ധിമുട്ടാണ്. അത് പണം കൊടുത്ത് അവരെ സമീപിച്ചുകൾ നേരിട്ട് മാത്രം വാങ്ങാവുന്ന ഒരു രീതിയിലാണ്. ഇന്നും ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അതൊരു പുസ്തക രൂപത്തിൽ, അതും ബാലസാഹിത്യത്തിൽ അത് സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഞാനൊക്കെ എൻ്റെ വായന തുടങ്ങുന്നത് ഏതാണ്ട് 3ാം ക്ലാസ്സിൽ തുടങ്ങിയാണ് ഞങ്ങളുടെ നാട്ടിലൊരു ലൈബ്രറിയിൽ നിന്ന് തുടങ്ങുന്നത്. അന്ന് ഞങ്ങൾ ആ വായന തുടങ്ങുന്നത് ബാലസാഹിത്യത്തിലൂടെയാണ്. ഈ കാര്യം ഒരു ബാലസാഹിത്യ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് ആ ഒരു പുസ്തകം ഒരു വായനക്കാരനെയാണ് സൃഷ്ടിക്കുന്നത്. ആ കൊച്ചുകുട്ടികളുടെ ഉള്ളിലേക്ക് കയറുന്നത് ആ അക്ഷരങ്ങളെ വാക്കുകളെ വാചകങ്ങളായും ആ ഒടുവിൽ അതിനെ ഒരു സബ്ജക്റ്റിലൂടെ ആ കുരുന്നു മനസ്സുകളിലേക്ക് കടന്നു കയറുവാൻ ഒരു സൈക്കോളജിസ്റ്റിന്റെ മാനസികാവസ്ഥയോടുകൂടി വേണം ആ ഒരു പുസ്തകം, ഒരു ബാല സാഹിത്യം സൃഷ്ടിക്കേണ്ടത്. അപ്പോൾ സാധാരണ ഒരു കൃതി രചിക്കുന്നതിനേക്കാളും വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ കുട്ടികളുടെ ഉള്ളിലേക്ക് അത് കടന്നു ചെല്ലത്തുള്ളൂ. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇതിനകം 25-ലേറെ പുസ്തകങ്ങൾ ശ്രീ ഉണ്ണിക്ക് അതിലുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ ഒരു അറ്റംപ്റ്റും വളരെയധികം ശ്ലാഘനീയമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡിൽ ഈ ഒരു സബ്ജക്റ്റിനെ വലിയ ആൾക്കാർക്ക് പോലും ഒരു പക്ഷേ ഈ പുസ്തകത്തിലൂടെ ആയിരിക്കും ഇനി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ ഉണ്ണിയോട് ആദ്യം തന്നെ ചോദിച്ചു, താങ്കൾ ഇന്ന കാര്യങ്ങൾ ഈ ആദ്യം കണ്ട മാത്രമേ തന്നെ ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഈ തണ്ണീർമുക്കം ബണ്ടിനെ കുറിച്ച് ഇത് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് പഠിച്ചു തന്നെയാണ് ചെയ്തത്. ഏറ്റവും സാധാരണ ഒരു പുസ്തകം ഒരു രചയിതാവിന് ഭാവനയിൽ നിന്ന് എഴുതുവാനുമായിട്ട് ഒരു പേജ് എഴുതുവാൻ അധിക സമയം വേണ്ട. പക്ഷേ ഒരു റിസർച്ച് നടത്തി
ഒരു പുസ്തകം എഴുതുക എന്ന് പറയുന്നത്. ഒരു പേജ് എഴുതാൻ സാധാരണ ഒരു എഴുത്തുകാരൻ എഴുതുന്നതിൻ്റെ എത്രയോ മടങ്ങ് സമയം വേണം. എത്രയോ കാര്യം അതിനകത്ത് ഓരോ വാചകങ്ങളും ഭാവനയിൽ നിന്നുണ്ടാക്കുന്നതല്ല, അത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ട് എത്രയുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. കാര്യം ഡാം ട്രിപ്പിൾ നയൻ എന്ന് പറയുന്ന എൻ്റെ ചിത്രത്തിന് വേണ്ടി സാധാരണ ഒരു തിരക്കഥ രചിക്കുന്നതിൻ്റെ 10 ഇരട്ടി സമയമാണ് ഞങ്ങൾ ചിലവഴിച്ചത്. അതായത് 2 വർഷത്തോളം എടുത്തിട്ടാണ് ഒരു റിസർച്ച് ചെയ്തിട്ട് ഈ ഒരു സിനിമയുടെ തിരക്കഥ എഴുതിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാം. പുസ്തകം കാണുമ്പോൾ ചെറുതായിരിക്കും, പക്ഷേ അദ്ദേഹം അതിനുവേണ്ടി എത്ര വർഷങ്ങൾ അതിനുവേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ഒരു പക്ഷേ നിങ്ങളെക്കാളേറെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ വരും കാലങ്ങളിലും അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്നും ഇതുപോലുള്ള ഒരുപാട് സൃഷ്ടികൾ കുരുന്ന മനസ്സുകളിലേക്കും അതിൽ മാത്രം ഒതുക്കി നിർത്താതെ തീർച്ചയായിട്ടും ഇത്രയും സീരിയസ് ആയിട്ടൊരു സബ്ജക്ട് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുമെങ്കിൽ വളർന്ന കഴിഞ്ഞ വായനക്കാർക്ക് വേണ്ടിയും തീർച്ചയായിട്ടും അദ്ദേഹം എഴുതണം. അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ട്. അതിനുള്ള എല്ലാവിധ അനുമോദനങ്ങളും നേരുകയാണ്. പിന്നെ നിങ്ങൾ ഒരുപക്ഷേ എന്നെ ഇവിടെ വിളിച്ചു വരുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്നറിയില്ല. ഡാം ട്രിപ്പിൾ നയനെ കുറിച്ച് കുറച്ച് കേൾക്കുവാൻ വേണ്ടിയായിരിക്കും. ഇന്ന് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ഏറ്റവും കോൺട്രവേഴ്സ്യലായി മാറിയ ഒരു ചിത്രമാണ് ഡാം ട്രിപ്പിൾ നയൻ. ഇതുവരെ നമ്മളുടെ കേരള ജനതയെ ശരിക്കും മനസ്സിലാക്കാതെ ഇരുന്ന ഒരു മുല്ലപ്പെരിയാർ ഇഷ്യൂവിനെ ഒരുപക്ഷെ ഈ ഒരു ചിത്രത്തിലൂടെ അതിന്റെ തീവ്രമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ ഈ സിനിമയ്ക്ക് ഒരുപക്ഷെ സാധിച്ചിട്ടുണ്ടാവാം. പക്ഷെ അത് ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമല്ല. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ തണ്ണീർമുക്കം ബണ്ട് പുന്നമട കായൽ സൃഷ്ടിച്ചതുപോലെ തന്നെയാണ് പ്രകൃതിയുടെ ആ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ കലാകാരൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകൃതി തന്നെയാണ്. കാര്യം പ്രകൃതിയിലുള്ള ഓരോ സൃഷ്ടിയും അതിന് ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസിനെതിരെയാണ് നാം ഇതുപോലുള്ള ബണ്ടുകളും ഡാമുകളും നിർമ്മിക്കുന്നത്. അപ്പോൾ അതിനെതിരെ പ്രകൃതി തന്നെ ഒരു ദിവസം പ്രതിഷേധിക്കും. ആ ഒരു പ്രതിഷേധം ഏത് നിമിഷവും കേരളത്തിനെ കവരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതുതന്നെയാണ് നമ്മളുടെ മുല്ലപ്പെരിയാർ ഇഷ്യൂ. അതുതന്നെയാണ് ഈ ഞങ്ങളുടെ ചിത്രത്തിലൂടെ ഞങ്ങൾക്ക് തുറന്നു കാട്ടുവാൻ സാധിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഇപ്പോൾ നാളെ തന്നെ ഒരു ഹർത്താൽ കേരളത്തിൽ ആദ്യമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇതിനെതിരെ പ്രതിഷേധം ഉയർത്തുകയാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഞാൻ പലപ്പോഴും ഹർത്താലിന് എഗൻസ്റ്റാണ്. പക്ഷെ ആദ്യമായിട്ട് തീർച്ചയായിട്ടും ഹർത്താൽ നടത്തേണ്ട ഒരു സബ്ജക്റ്റാണ് ഇതെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നാളത്തെ ഹർത്താലിന് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിന്റെ ഒരു ഭാഗമാകുവാൻ തീർച്ചയായിട്ടും ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഈ ഡാം ട്രിപ്പിൾ നയൻ ഉണ്ടാക്കിയ മറ്റൊരു വലിയ വിജയം എന്ന് പറയുന്നത് വർഷങ്ങളായി കേരളം സുപ്രീം കോടതിയിൽ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ്. ഒരു പക്ഷേ നാം അവിടെ സുപ്രീം കോടതിയിലേക്ക് അയച്ച അഡ്വക്കേറ്റ്സ് അവരുടെ ജോലി ഭംഗിയായി നിർവഹിക്കാത്തത് കൊണ്ടായിരിക്കാം ഇന്ന് വരെ നമ്മൾക്ക് അനുകൂലമായിട്ടൊരു വിധി നിർണ്ണയം ഉണ്ടായിട്ടില്ല. നമ്മൾ പലപ്പോഴും പറയും കോടതി നമ്മളെ സഹായിക്കാത്തത് കൊണ്ടാണ്. ഒരിക്കലുമല്ല. കോടതികളെല്ലാം അവർക്ക് അവരുടെ മുന്നിൽ എങ്ങനെ ആ കേസ് പ്രസന്റ് ചെയ്യുന്നു അതിനനുസരിച്ച് മാത്രമേ വിധി കൽപ്പിക്കുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് പ്രസന്റ് ചെയ്യേണ്ട അഡ്വക്കേറ്റ്സ് അവരുടെ ജോലി ഭംഗിയായി നിർവഹിക്കാത്തപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് നീതി ലഭിക്കില്ല. അതിന് ഉള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ഡാം ട്രിപ്പിൾ നയൻ തമിഴ്നാട് നിരോധിച്ച സമയത്ത് ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുകയുണ്ടായി. കഴിഞ്ഞ 3-4 ദിവസത്തിനു മുമ്പ് സുപ്രീം കോടതിയുടെ ഓർഡർ ഏതാണ്ട് എല്ലാം ഫൈനലായി കഴിഞ്ഞു. അവർ ഫെബ്രുവരി 4-ാം തീയതിയിലേക്ക് അത് മാറ്റിയിരിക്കുകയാണ് ഫൈനൽ ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ശക്തമായ ഭാഷയിലാണ് പരാമർശിച്ചത്. ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ, അത് തമിഴ്നാട് മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാൻ ശ്രമിക്കേണ്ട. ഈ ഡാം ട്രിപ്പിൾ നയൻ എന്ന് പറയുന്ന ചിത്രം തമിഴ്നാട് നിരോധിച്ചത് നിയമവിരുദ്ധമാണ് എന്ന് ശക്തമായ ഭാഷയിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോടതിയെ സമീപിക്കേണ്ട രീതിയിൽ നാം സമീപിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ ഇഷ്യൂവിൽ ഇന്ന് ഈ ഒരു സബ്ജക്ട് സുപ്രീം കോടതിയിൽ മുന്നിലിരിക്കുന്ന നിലയിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്യേണ്ടത് അതിനെ ഞങ്ങൾ ഡാം ട്രിപ്പിൾ നയനെ എങ്ങനെ കോടതിയുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ അതേപോലെ ശക്തമായ രീതിയിൽ ശക്തമായ തെളിവുകളോടുകൂടി കോടതിയുടെ മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് നീതി ലഭിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയ ദുരന്തം നമ്മൾക്ക് ഏറ്റുവാങ്ങേണ്ട ഒരു കാലം അതിവിദൂരമല്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. പിന്നെ ഞാനിവിടെ വന്നപ്പോൾ മനസ്സിലാക്കിയത് നിങ്ങളുടെ ഇവിടെ ഒരു ഫിലിം ക്ലബും ഉണ്ടെന്നാണ്. അവരുമായി ഇത് കഴിഞ്ഞിട്ട് സംവേദിക്കുന്നുണ്ട്.
തീർച്ചയായിട്ടും വളർന്നു വരും. നിങ്ങളുടെ ഇടയിലൊക്കെ നിങ്ങളെപ്പോലെ ഒരു കൊച്ചുകുട്ടിയായിട്ട് ഒരു സ്കൂളിൽ പഠിച്ചു വന്ന്, ഒരിക്കലും ഞാൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ മേഖല ഫുൾ ടൈം ഫിലിം മേഖലയിലേക്കല്ല പോയത്. ഞാനൊരു എഞ്ചിനീയറായി മാറിയെങ്കിലും എൻ്റെ മനസ്സിൽ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടായത് അതൊരു സ്വപ്നമായി കൊണ്ടു നടക്കുകയും അത് എൻ്റെ തൊഴിൽ ഞാൻ ഒരിക്കലും മറക്കാതെ എൻ്റെ തൊഴിൽ 100% ആത്മാർത്ഥത കാണിച്ച് അത് ഞാൻ ഒരു ഷിപ്പ് ഡിസൈനർ എന്ന നിലയിൽ എൻ്റെ ഒരു സൃഷ്ടി ഒരു ഗിന്നസ് ബുക്കിൽ വരെ കൊണ്ടെത്തിയതിനു ശേഷമാണ് എൻ്റെ സ്വപ്നമെന്ന സിനിമയുടെ ലോകത്തിലേക്ക് ഞാൻ മടങ്ങി വന്നത്. അത് ഡാം ട്രിപ്പിൾ നയൻ പോലുള്ള കാലിക പ്രസക്തിയുള്ള ഒരു സൃഷ്ടിയിലൂടെ നാളെ നിങ്ങൾക്കും നിങ്ങളിലുള്ള കലാകാരന്മാർക്കും അത് സൃഷ്ടിക്കുവാൻ വലിയ ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് വേണ്ടത് ആത്മവിശ്വാസം എന്ന് പറയുന്ന ഒന്നാണ്. നിങ്ങൾക്ക് കഴിവ് മാത്രമല്ല, ആത്മവിശ്വാസം എന്നുള്ളത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ്. പലരും അന്തർമുഖരായിരിക്കുന്ന പലർക്കും ഒരു സുഹൃത്തിൽ നിന്നാവാം, ഒരു അധ്യാപകനിൽ നിന്നാവാം കിട്ടുന്ന നല്ല ഉപദേശങ്ങളിലൂടെയും അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും അങ്ങനെ അന്തർമുഖരായി മാറാതെ നിങ്ങളുടെ കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരിക. നിങ്ങളൊരു ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിൽ ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് സാധിക്കും. അത് ഒരിക്കലും എനിക്ക് സാധിക്കില്ല എന്ന് കരുതി പിന്മാറരുത്. അതിനുവേണ്ടി ഈ ബാലസാഹിത്യത്തിലൂടെ നിങ്ങൾ ഈ പുസ്തകത്തിലൂടെ നിങ്ങളുടെ വായന ഇതുവരെ തുടങ്ങാത്തവർ വായന തുടങ്ങുക. കാര്യം ചെറിയ ചെറിയ ഈ സ്റ്റെപ്പുകളിലൂടെയാണ് നീണ്ട സ്റ്റെപ്പുകളിലേക്ക് നമ്മൾ പോകേണ്ടത്. ഈ ബാലസാഹിത്യത്തിലൂടെ തുടങ്ങി വായനയിലൂടെയാണ്. ഞാൻ ഒരു ചലച്ചിത്രകാരനായിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഒരു ഹോളിവുഡ് ചിത്രം ചെയ്യുവാൻ പറഞ്ഞു തരുവാൻ ഇന്ന് ഇന്ത്യയിൽ ഹോളിവുഡ് ചിത്രം ചെയ്യുന്ന ആൾക്കാരില്ല. പക്ഷേ ഞാനത് മനസ്സിലാക്കിയെടുത്തത് വായനയിലൂടെയാണ്. 100 കണക്കിന് പുസ്തകങ്ങളിലൂടെ കിട്ടിയ അറിവ് കൊണ്ടാണ് ഇന്ത്യയിൽ നിന്നും ഇന്ത്യയിലെ കലാകാരന്മാരെ വെച്ച് എങ്ങനെ ഒരു ഹോളിവുഡ് ചിത്രം ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയത്. അതുപോലെ നമ്മൾക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത പല ഉയരങ്ങളിലും ഈ വായന എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതൊരിക്കലും നിങ്ങളുടെ പാഠ്യവിഷയങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തേണ്ട ഒന്നല്ല. പാഠ്യവിഷയങ്ങളിലൂടെ നിങ്ങൾക്ക് നേടാവുന്നത് മാർക്കുകളിൽ മാത്രമാണ്. പക്ഷേ വായന എന്ന് പറയുന്ന ഒരു കഴിവിലൂടെ നിങ്ങൾ പരിശീലിച്ചെടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്വയം തീർത്തെടുക്കുന്ന ഒരു വായന, നിങ്ങളുടെ ഉള്ളിലെ വായനക്കാരിലൂടെ നിങ്ങൾ കാണാത്ത ഒരു ലോകത്തിലേക്ക് കടന്ന് ചെല്ലുകയും അതിലൂടെ കാണാത്ത തലങ്ങളിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിത വിജയത്തിലേക്കാണ് എത്തിച്ചേരുക. അതിനായി ഇന്നു മുതലെങ്കിലും വായന തുടങ്ങാത്തവർ വായന തുടങ്ങുക. വായിച്ചു തുടങ്ങിയവർ നല്ല നല്ല പുസ്തകങ്ങളിലേക്ക് നിങ്ങളുടെ വായന മാറ്റുക. അതിലൂടെ നിങ്ങളുടെ വിജയ ലക്ഷ്യത്തിലെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉണ്ണി സാറിന് എന്റെ അനുമോദനങ്ങൾ നേർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് ഫാദർ ടോമി നമ്പ്യാപറമ്പിലെ ആശംസകൾക്കായി ക്ഷണിച്ചു. സോഹൻ റോയ് സാറ് വളരെ മനോഹരമായ ഭാഷയിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് എങ്ങനെ ആത്മവിശ്വാസം കൈവരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാമെന്നും വായനാശീലത്തിലൂടെ എങ്ങനെ ഉന്നതങ്ങൾ കൈവരിക്കാമെന്നൊക്കെ വളരെ ഭംഗിയായ രീതിയിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. കായലിനെ കുറിച്ച് ആദ്യമായി എഴുതപ്പെട്ടൊരു ബാലസാഹിത്യത്തിലെ ആദ്യമായി എഴുതപ്പെട്ടൊരു പുസ്തകമാണ് എന്ന് പറഞ്ഞു. നമുക്ക് ചെയ്യാവുന്നത് സോഹൻ റോയ് സാർ പറഞ്ഞതുപോലെ ഇതുപോലുള്ള നല്ല പുസ്തകങ്ങൾ വാങ്ങിക്കുക, വായിക്കുക എന്നുള്ളതാണ്. വായിച്ചു വളർന്ന ഉന്നതങ്ങൾ കീഴടങ്ങുവാൻ ആത്മവിശ്വാസം മാത്രം മതി എന്ന് സോഹൻ സാർ പറഞ്ഞു. നമ്മുടെ ഉണ്ണി സാറ് 26ാമത്തെ പുസ്തകം എഴുതിക്കൊണ്ട് ഈ സാഹിത്യ ശൈലി എങ്ങനെ ഭംഗിയായ രീതിയിൽ വളർത്താമെന്ന് അദ്ദേഹം തന്നെ നമുക്ക് മാതൃകയായി കാണിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രചോദനമായി മുന്നിൽ നിൽക്കുന്നു. ഈ പ്രചോദനം സ്വീകരിച്ചുകൊണ്ട് വായിച്ചു വളരുവാനും നല്ല രീതിയിൽ നല്ല കുഞ്ഞുങ്ങളായി വളരുവാനും ആത്മവിശ്വാസത്തോടെ ഉന്നതങ്ങൾ വെട്ടിപ്പിടിക്കുവാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജഗദീശ്വരൻ ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാറിന് എല്ലാ രീതിയിലുള്ള അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. നന്ദി ഫാദർ. ആശംസയേകാനായി റെവറൻഡ് ഫാദർ ബാബു മറ്റത്തിലെ മാനേജേഴ്സിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് വളരെ കണ്ടു പഠിക്കുവാനായിട്ട് ഇൻസ്പിറേഷൻ നൽകുവാനായിട്ട് പറ്റുന്ന 2 വ്യക്തികൾ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ഡാം ട്രിപ്പിൾ നയൻ എന്ന സിനിമ ചെയ്തത് ഒരു എഞ്ചിനീയറാണ്, ഷിപ്പ് ബിൽഡിങ്ങിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു എഞ്ചിനീയറാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് പലർക്കും കൗതുകമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഗ്രന്ഥകർത്താവ് ഉണ്ണിസാറ് നമ്മുടെ ഇടയിൽ ഒരു അധ്യാപകനാണ്. അതേസമയം കേരളത്തിൽ എല്ലായിടത്തും തന്നെ അദ്ദേഹം അറിയപ്പെടുന്നത് അധ്യാപകനേക്കാൾ ബാലസാഹിത്യകാരൻ എന്ന നിലയിലാണ്, ഗ്രന്ഥകർത്താവ് എന്ന നിലയിലാണ്. ഒരു ഷിപ്പ് ബിൽഡർക്ക് തീർച്ചയായിട്ടും ഒരു സിനിമ, അതും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളത്, ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ളത് ചെയ്യുവാനായിട്ട് സാധിച്ചത്
തന്റെ കഴിവുകൾ, വിവിധ തരത്തിലുള്ള കഴിവുകൾ തിരിച്ചറിയുവാനായിട്ടും അത് വളർത്തിയെടുക്കുവാനായിട്ടും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഉണ്ണിസാറും ആ വിധത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. വിവിധ തരത്തിലുള്ള അദ്ദേഹത്തിന്റെ കഴിവുകൾ സമൂഹത്തിന് വേണ്ടിയിട്ട് രൂപപ്പെടുത്തുവാനായിട്ടും പങ്കുവയ്ക്കുവാനായിട്ടും പുസ്തകങ്ങളിലൂടെ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ക്രിയാത്മകമായിട്ടുള്ള സൃഷ്ടികൾ ലോകത്തിന് വേണ്ടിയിട്ട് ചെയ്യുവാനായിട്ട് ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവസാനമായി മറുപടി പ്രസംഗത്തിനും നന്ദി പ്രകാശിപ്പിക്കുന്നതിനുമായി കഥാകൃത്തിനെ ക്ഷണിച്ചു. പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായ ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ ഭംഗിയാണ് കായലുകൾ നമുക്ക് നൽകുന്നത്. പക്ഷേ കായലുകളെ അടുത്തറിയുമ്പോഴാണ് ഈ കായലുകളുടെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുന്നത്. തീർച്ചയായും ആ പ്രാധാന്യമാണ് എൻ്റെ ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നെ എൻ്റെ ഈ പുസ്തക പ്രകാശനത്തിന് ഇവിടെ എത്തിയ അവരോടുള്ള നന്ദി ആദരപൂർവ്വം ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഞാൻ 2 വാക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറയുന്നതിന് വേണ്ടി രാജേഷിനെ ക്ഷണിക്കുന്നു. കുട്ടനാടിന്റെ കാർഷിക ജീവിതത്തിന്റെ കായൽ നികത്തി അവിടെ നെൽപ്പാടങ്ങളുണ്ടാക്കി അവിടെ അധ്വാനിച്ച് നമുക്ക് വേണ്ടി ഭക്ഷണമുണ്ടാക്കിയ കേരളത്തിന്റെ നെല്ലറ എന്ന് പറയുന്ന കുട്ടനാട് എങ്ങനെ ഉണ്ടായി എന്ന് വളരെ മനോഹരമായി കഥയുടെ രൂപത്തിൽ പറയുകയും മറ്റൊരു വശത്ത് അധ്വാനത്തിന്റെ സങ്കടങ്ങളും അതിന്റെ കരുത്തും അറിയിക്കുകയും ചെയ്യുന്ന ഭാഗങ്ങളുണ്ട്. ഇതിൽ അധ്യാപകരുടെ കഴിവിനെയും അധ്യാപകരുടെ അറിവിനെയും നിങ്ങളെ കൊണ്ട് സാധിക്കും വിധം ചൂഷണം ചെയ്യണം, ആ ഒരു വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കട്ടെ, ചൂഷണം ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ അറിവിന് ഒരു പരിമിതിയുമില്ല, അറിവ് അപാരതകളിലുള്ളതാണ് എന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും മിടുക്കരാണ്. നിങ്ങൾ നിങ്ങളുടെ വഴികൾ സ്വയം അന്വേഷിക്കുകയും തേടുകയും കണ്ടെത്തുകയും അതിൽ സന്തോഷിക്കുകയും അതിൽ സമൂഹത്തിന് വേണ്ടി ഒരു പിടി മാറ്റിവെക്കുകയും ചെയ്യുക എന്ന അഭ്യർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. ഗുഡ് മോർണിംഗ് എവ്രിവൺ. ഗുഡ് മോർണിംഗ് സർ. എനിക്ക് ചോദിക്കാനുള്ളത്, ആക്ഷന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന സിനിമകളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇറങ്ങുന്നത്. അപ്പോൾ ഡാം 999 പോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമ അത് എങ്ങനെ പ്രേക്ഷകർ സ്വീകരിക്കുമെന്നാണ് കരുതിയത്? ഡാം 999 എന്ന് പറയുന്ന സിനിമയ്ക്ക് ആക്ച്വലി ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഈ സിനിമ 9 എന്ന് പറയുന്ന ഒരു സംഖ്യയെ ആധാരമാക്കിയാണ്. ഇതിന്റെ സെൻട്രൽ ക്യാരക്ടർ ഡാം അല്ല, ഇതിന്റെ സെൻട്രൽ ക്യാരക്ടർ 9 എന്ന് പറയുന്ന അക്കമാണ്. നമ്മുടെ വേദിക് മാത്തമാറ്റിക്സ് ലോകം കണ്ട ഏറ്റവും വലിയ നമ്മുടെ മോഡേൺ മാത്സ് ആണ് നിങ്ങളൊക്കെ പഠിക്കുന്നത്. ഈ മോഡേൺ മാത്സിനേക്കാളൊക്കെ എത്രയോ ഉന്നതങ്ങളിൽ നിൽക്കുന്ന ഇന്ത്യയുടെ കോൺട്രിബ്യൂഷനാണ് വേദിക് മാത്തമാറ്റിക്സ്. ആ വേദിക് മാത്തമാറ്റിക്സിലെ ഏറ്റവും സിഗ്നിഫിക്കന്റ് നമ്പറാണ് നമ്പർ 9. ഈ നമ്പർ 9 ബേസ് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങളെല്ലാം 9 ബേസ് ചെയ്താണ്. അതിന് 9 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഈ 9 ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയിൽ നിന്ന് ഒരു ചിത്രം ചെയ്ത് ഓസ്കാറിൽ എത്തിക്കുക എന്നുള്ളത്. ഈ 9 ലക്ഷ്യങ്ങൾ ഞങ്ങൾ ഇതിലൂടെ നേടിയിട്ടുണ്ട്. മറ്റൊന്നായിരുന്നു ഇന്ത്യയുടെ കലാകാരന്മാരെ വെച്ചിട്ട് ഒരു ഹോളിവുഡ് ചിത്രം ചെയ്യുക എന്നുള്ളത്. അതേപോലെ മറ്റൊരു ലക്ഷ്യമായിരുന്നു നമ്മളുടെ കൾച്ചേഴ്സ്, നമ്മുടെ ഇന്ത്യയുടെ കൾച്ചറിലൂടെ ഒരു യാത്ര, നമ്മുടെ 5000 വർഷത്തിലേറെ പഴക്കമുള്ള നമ്മുടെ വേദിക് കാലങ്ങൾ തൊട്ടുള്ള ഇതിലൂടെയുള്ള യാത്ര. മറ്റൊന്ന് സ്ലം ഡോഗ് മില്യനറുള്ള ഒരു മറുപടി. ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യയെ ലാൻഡ് ഓഫ് സ്ലംസ് എന്നാണ് സ്ലം ഡോഗ് മില്ലർ കൊണ്ട് കാട്ടിക്കൊടുത്തത്. നമ്മൾ 2-3 ഓസ്കാർസ് നേടി തന്നിട്ടുണ്ടാവും. അത് ഒരു സായിപ്പിന്റെ തണലിലാണ്. പക്ഷേ അതിലൂടെ ആ ചിത്രം നൽകിയ മെസ്സേജ് ഇന്ത്യയെ ഇന്ന് ലോകത്ത്, ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്നതാണ്, ഒരുപാട് രാജ്യങ്ങളിൽ പോകുന്നതാണ്. പോകുന്ന രാജ്യങ്ങളിലെല്ലാം ഞങ്ങൾ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നത് അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് ഇന്ത്യ ലാൻഡ് ഓഫ് സ്ലംസ് ആണ്. അതല്ല, നമ്മളുടെ കൾച്ചറൽ വാല്യൂസിലൂടെ നമ്മൾ ഇവരെക്കാളൊക്കെ എത്രയോ ഉയരങ്ങളിലാണ്. നമ്മളുടെ ഫാമിലി ബോണ്ടിങ്സ് ഇവരെക്കാളൊക്കെ എത്രയോ ഉയരങ്ങളിലാണ്. നമ്മുടെ സംഗീതം എത്രയും ഉയരത്തിലാണ്. നമ്മുടെ ആയുർവേദം എത്രയും ഉയരങ്ങളിലാണ്. നമ്മുടെ അസ്ട്രോളജി, ഇതിലൊക്കെ നമ്മൾ ഉയരങ്ങളിലാണ്. അപ്പോൾ ഈ എലിമെന്റ്സ് എല്ലാം ഈ ചിത്രത്തിലൂടെ കാണിക്കണം എന്നുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അതേസമയം തന്നെ ഒരു ഹോളിവുഡിൽ ഒരു ചിത്രം നിർമ്മിച്ചു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതൊരു ഹോളിവുഡിലെ മേജർ സ്റ്റുഡിയോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതും വാർണർ ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിലൂടെ നമ്മൾ അത് അച്ചീവ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഹോളിവുഡ് ഫോർമാറ്റിൽ ഒരു ചിത്രം ചെയ്യുമ്പോൾ അത് എന്താണ്, എങ്ങനെ അവിടെ എത്തണം എന്നുള്ളത് ഇന്നും ഇന്ത്യൻ ഫിലിം മേക്കേഴ്സിന് അറിയാത്തത് മറ്റൊന്നും കണ്ടല്ല. നമ്മുടെ ഇന്ത്യൻ ഫിലിം മേക്കിംഗ് ഇന്നും ഏതാണ്ട് ഒരു 10-35 വർഷം മിനിമം, 35 അല്ല അതിൽ കൂടുതലുണ്ട്. കാര്യം 25 വർഷത്തിന് മുമ്പ് ജെയിംസ് കാമറൂൺ ടൈറ്റാനിക് എന്ന് പറയുന്ന ഒരു ചിത്രം അദ്ദേഹത്തിന്റെ മനസ്സിൽ കൊണ്ടുവരുമ്പോൾ
അത് അദ്ദേഹം പ്രാവർത്തികമാക്കി. ടെക്നോളജി വളരെ പിറകിലുള്ള ഒരു കാലത്തും അദ്ദേഹം അത്ര മനോഹരമായി ചെയ്തു. പക്ഷേ ഇന്നും ഇന്ത്യൻ ഫിലിം മേക്കിങ്ങിൽ ഒരു 10 വർഷം കഴിഞ്ഞാൽ പോലും ഒരു ടൈറ്റാനിക് നമുക്ക് പ്ലാൻ ചെയ്യാൻ പോലും പറ്റില്ല. അത്രയും പുറകിൽ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയെ കൊണ്ട് നമ്മൾ ഹോളിവുഡിലേക്ക് ഒരു സിനിമ ചെയ്യുമ്പോൾ, ഹോളിവുഡ് ഫിലിം മേക്കിങ്ങും ഇന്ത്യൻ ഫിലിം മേക്കിങ്ങുമായിട്ടുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ടൈം ഫോർമാറ്റ്. ഇപ്പം ഹോളിവുഡിൽ ഈവന്റ് മൂവീസ്, അതായത് എല്ലാ മേജർ സ്റ്റുഡിയോസും ഒരു വർഷം ഒരു ഈവന്റ് മൂവി, അത് പിന്നീട് എപ്പിക് മൂവീസ് ആയിട്ട് മാറുന്നത്. ഈ എപ്പിക് മൂവീസിന് വേണ്ടി മാത്രമേ അവർ ടൈം ഫ്രെയിം, നമ്മുടെ മലയാളത്തിലൊക്കെ സാധാരണ ചിത്രങ്ങൾ 2.5 മണിക്കൂർ, ചിലത് പഴശ്ശിരാജ പോലുള്ള ചിത്രങ്ങൾ 3 മണിക്കൂറുകളുണ്ട്. ഇത്തരം ഈ എപ്പിക് മൂവീസിന് വേണ്ടി മാത്രമേ അവർ ടൈം കൂടുതൽ അലോട്ട് ചെയ്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ഫോർമാറ്റിൽ ഒരു ചിത്രം ചെയ്യുമ്പോൾ 90 മിനിറ്റ് എന്നുള്ളത് അവരുടെ സ്റ്റാൻഡേർഡ് സാധനമാണ്. കാര്യം അവിടെ നോക്കുന്നത്, അവിടെ മൾട്ടിപ്ലക്സുകളിലൂടെയാണ് അവരുടെ ഫിലിം മേക്കിംഗ് സ്റ്റൈൽ. അപ്പം ഒരു തിയേറ്ററിൽ 6 ഷോ വരെയാണ് ഒരു ചിത്രം കാണിക്കേണ്ടത്. കാര്യം എക്സിബിറ്റർ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് അവർ മടങ്ങി വരുന്നത്. ഒരു എക്സിബിറ്ററിനെ സംബന്ധിച്ചിടത്തോളം 6 ഷോ നടത്തിയാൽ അവർക്ക് അത്രയും വരുമാനം കൂടും. അപ്പോൾ അവർക്ക് എപ്പോഴും 90 മിനിറ്റ്സിന്റെ മൂവീസാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രോബ്ലം 90 മിനിറ്റിൽ എങ്ങനെ ഇത്രയും വലിയ കാര്യം പറയാൻ സാധിക്കും എന്നുള്ളതാണ്. ഒടുവിൽ ഞങ്ങൾ കോംപ്രമൈസ് പോയിന്റിലാണ് വന്ന് 110 മിനിറ്റ് എന്ന് പറയുന്നൊരു സമയബന്ധിതത്തിൽ കൊണ്ടുവന്ന് നിർത്തുന്നത്. ഈ 110 മിനിറ്റിൽ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ മലയാളത്തിൽ പല കാര്യങ്ങളും ഒന്നിൽ കൂടുതൽ തവണ പറയും, പല ഇൻസിഡന്റ് മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചില കാര്യങ്ങൾ പരത്തി പറയും. പക്ഷെ ഇതൊന്നും ഡാം ട്രിപ്പിൾ എ കാണുന്ന ഒരു പ്രേക്ഷകന് പെട്ടെന്ന് മനസ്സിലായി എന്ന് വരത്തില്ല. കാര്യം പല കാര്യങ്ങളും പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അതുപോലെ തന്നെ മൾട്ടി ലെയേർഡ് മൂവി. നിങ്ങളുടെ സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് ലെയർ മാത്രമേ, അല്ലെങ്കിൽ സെക്കൻഡ് ലെയർ വരെ നിങ്ങൾ പോകത്തുള്ളൂ. അത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ചിത്രം കാണുമ്പോൾ തോന്നുന്നു ഒരു പ്രണയകഥയുടെ അവസാനം ഒരു ഡാം ദുരന്തം, ഇത്രയും നിങ്ങൾക്ക് സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ മനസ്സിലാവത്തുള്ളൂ. പക്ഷേ അതിനെ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി സീരിയസ് ആയിട്ടുള്ള ഒരു വ്യൂവേഴ്സ് ഇതിനകത്ത് 1% ഈ 1% വ്യൂവേഴ്സിന് വേണ്ടിയാണ് ഇതിന് പാരലായിട്ട് 2 വർഷത്തിന് മുമ്പേ ഞങ്ങളൊരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ ഇതിന്റെ നോവൽ ഞങ്ങൾ റിലീസ് ചെയ്തു. ഇതിനകത്താണ് ഇതിന്റെ ഡീപ്പായിട്ടുള്ളതും ഇതിന്റെ മറ്റ് ലെയേഴ്സിനെ കുറിച്ചും പറയുന്നത്. എങ്ങനെ ബാക്ക്ഡ്രോപ്പ് യൂസ് ചെയ്യണം, എങ്ങനെ നിങ്ങളുടെ കോസ്റ്റ്യൂംസിലൂടെ കൂടുതൽ, ഇപ്പൊ ഇതിനകത്ത് കോസ്റ്റ്യൂംസ് നവരസ ബേസ്ഡ് കോസ്റ്റ്യൂംസ് ആണ്. ഇതിനകത്ത് പ്രോപ്പർട്ടീസ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ വളരെ വ്യത്യസ്തം. നിങ്ങൾ സിനിമ കാണുമ്പോഴാണ്. അപ്പോൾ ആദ്യത്തെ ഒരു തവണ അല്ല ഇത്, സീരിയസ് ആയിട്ട് കാണേണ്ടവർ ഇതിന്റെ DVD എടുത്ത് അടുത്ത തവണ, ഇപ്പൊ മ്യൂസിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നടക്കുമ്പോൾ മ്യൂസിക്കിനെ ഔസേപ്പച്ച മാഷ് 1 വർഷത്തോളം എടുത്ത് എങ്ങനെ നവരസ കൺസെപ്റ്റിൽ ഒരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം 39 ഓസ്കാറിൽ തവണ തെരഞ്ഞെടുക്കപ്പെട്ട 39 ഗാനങ്ങളിൽ 3 ഗാനങ്ങൾ ഈ സിനിമയിൽ നിന്നുള്ളതാണ്. അത് സാധാരണ പ്രേക്ഷകന് പെട്ടെന്ന് മനസ്സിലായി എന്ന് വരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പരീക്ഷണ ചിത്രമാണ്, ഇതൊരു തുടക്കമാണ്. ഇതിലൂടെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാലും ഓസ്കാറിൽ ഒരു സിനിമ എത്തിക്കാൻ സാധിക്കും. ഇതൊരു ക്വാളിഫിക്കേഷൻ റൗണ്ട് നമ്മൾ ഇപ്പോൾ നേടിക്കഴിഞ്ഞു. ഇനി 24-ാം തീയതി നമുക്കറിയാം ഫൈനൽ 4ൽ വരുമോ എന്നുള്ളത്. അത് എത്തിയാൽ വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. പക്ഷേ ഇതൊരു തുടക്കമാണ്. നാളെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സിനിമകൾ നിർമ്മിക്കപ്പെടുന്നത് ഇന്ത്യയിലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സിനിമാ തിയേറ്ററിൽ പോകുന്ന ജനങ്ങൾ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഒരു വർഷം സിനിമാ തിയേറ്ററിൽ പോകുന്ന ആൾക്കാരുടെ എണ്ണം, അതായത് നമ്പർ ഓഫ് ഫിലിം എൻട്രീസ്, തിയേറ്റർ എൻട്രീസ് 3 ബില്യൺ. ഈ 3 ബില്യൺ എന്ന് പറയുന്ന ഫിഗർ അമേരിക്കയിലും കാനഡയിലും കൂടി ജനങ്ങൾ പോകുന്നതിന്റെ ഇരട്ടിയാണ്. അപ്പോൾ ഏറ്റവും വലിയ ഫിലിം മേക്കിംഗ് കൺട്രി ഇത്രയും വർഷത്തിൽ പുറകിൽ നിൽക്കുന്നതിനെ ഈ ഒരു ചിത്രത്തിലൂടെ ഞങ്ങൾ ഒരു 10-35 വർഷം മുൻപിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തുകയാണ്. അപ്പോൾ ഒറ്റയടിക്ക് ഇത് എല്ലാവർക്കും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ റിവ്യൂസ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ ആദ്യം വായിക്കുമ്പോൾ പലരും മോശമായിട്ട് എഴുതും. പക്ഷെ അവരൊക്കെ ഈ ഓസ്കാർ സെലക്ഷനോട് കൂടി അവരുടെ തന്നെ നാവടഞ്ഞിരിക്കുകയാണ്. കാര്യം എന്തോ ഇതിന്റെ പ്രത്യേകത വെസ്റ്റേൺ ലോകം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണ്. ഇതിന്റെ സ്ക്രിപ്റ്റ് പോലും ഓസ്കാർ ലൈബ്രറിയിലേക്ക് ഇന്നൊരു അവരുടെ റിസർച്ച് പർപ്പസിന് വേണ്ടി ഇതിന്റെ സ്ക്രിപ്റ്റ് പോലും തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമയെ ഒറ്റത്തവണ ജസ്റ്റ് കാഷ്വലായി കണ്ടുപോകേണ്ട ചിത്രമല്ല. ഇത് വളരെ സീരിയസ് ആയിട്ട്, ഇത് ഒരു എന്റർടൈൻമെന്റ് മൂവിയേ അല്ല, ഇതൊരു ഇൻഫർടൈൻമെന്റ് മൂവി എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇതിലൂടെ ഓരോ ഷോട്ടിലൂടെയും ഞങ്ങൾ ഇൻഫർമേഷൻസ് ആണ് കൊടുക്കുന്നത്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് ഇത് തന്നെ 17 ബില്യൺ ഇയേഴ്സ് അഗോ, യൂണിവേഴ്സിന്റെ ഒറിജിൻ 17 ബില്യൺ ഇയേഴ്സ് അഗോ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ആ ഫസ്റ്റ് സെന്റൻസിൽ പോലും ഇൻഫർമേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഇൻഫർടൈൻമെന്റ് മൂവി എന്ന നിലയിൽ നിങ്ങൾ ബൈബിൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ക്രിസ്തീയ സ്ഥാപനം എന്ന നിലയിൽ ബൈബിൾ നിങ്ങൾ ഒരു തവണ ഒരു നോവൽ വായിച്ചു പോകുന്ന പോലെ വായിക്കേണ്ടതല്ല. അത് വർഷങ്ങളോളം എടുത്ത് വീണ്ടും വീണ്ടും വായിക്കുമ്പോഴാണ് അതിന്റെ അർത്ഥങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതുപോലെ സീരിയസ് ആയിട്ട് ഈ സിനിമ കാണണം, ഇതിന്റെ നോവൽ വായിക്കണം. എപ്പോൾ നിങ്ങൾ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും. അത് ആ രീതിയിൽ ഒരു പരീക്ഷണ ചിത്രം മാത്രമാണ്. സർ, ഈ ഡാം 999 എന്ന് പറയുന്ന സിനിമ ഡാമുകൾ ഉണ്ടാക്കുന്ന വിനാശത്തെക്കുറിച്ചാണല്ലോ പ്രധാനമായും. അപ്പോൾ ഇതിൽ കപ്പലുകളിലും മറ്റുമുള്ള ചിത്രീകരണത്തിലൂടെ സാർ എന്താണ് ഉദ്ദേശിക്കുന്നത്?
ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചിത്രത്തിന് 9 ആംഗിളിൽ നിങ്ങൾ കാണേണ്ട ഒരു ചിത്രമാണ്. ഇതിനകത്ത് ഒരു ആംഗിൾ മാത്രമാണ് ഡാം ദുരന്തം. ഒരിക്കലും ഇത് തുടക്കം തൊട്ട് അവസാനം വരെ 2012 വന്ന മൂവി പോലെ ഒരു ഡിസാസ്റ്റർ മൂവിയല്ല. ഇതിനകത്ത് ഒരു ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ റിയൽ ഡാം, ഒരു റിയൽ ഡാം ബേസ്റ്റ് കാണിക്കുന്നു. അതേസമയം 9 കഥാപാത്രങ്ങളുടെ അവരുടെ ഇമോഷണൽ ഡാംസ്, നമ്മളുടെ എല്ലാ ഉള്ളിലൊരു ഇമോഷണൽ ഡാം ഉണ്ട്. ആ ഡാമും ഇതിനോടൊപ്പം പൊട്ടുകയാണ് എല്ലാ ക്യാരക്ടേഴ്സിന്റെയും. അതുപോലെ തന്നെ മെറൈനേഴ്സിന്റെ ആംഗിളിൽ നോക്കി, ഞാൻ ബേസിക്കലി മെറൈനറാണ്. എന്റെ ലൈഫിൽ നിന്ന് എനിക്ക് കിട്ടിയേക്കുന്ന എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്രൊഫഷൻ മീൻസ് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന പ്രൊഫഷനാണ് മാരിടൈം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ലോകത്തിലെ 90% കാർഗോ മൂവ്മെന്റ് നടക്കുന്നത് കടലിലൂടെയാണ്. ഇതാർക്കും അറിയില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഏത് സാധനത്തിന്റെയും ബേസിക് മെറ്റീരിയൽ എന്തെങ്കിലും കടൽ കടന്ന് വരേണ്ട സാധനമാണ്. അപ്പോൾ ഈ മാരിടൈം ഇൻഡസ്ട്രിയെ കുറിച്ച് ഇന്നും ലോകത്തിന് അറിയാത്തതെന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചിത്രത്തിലൂടെ മാരിടൈം ഇൻഡസ്ട്രി എന്താണെന്നും ഇതിനകത്തൊരു മാരിടൈം ക്യാമ്പസ് ആണ് നമ്മൾ കാണിക്കുന്നത്. അവരുടെ ലൈഫ് നമ്മൾ കാണിക്കുന്നുണ്ട്. ക്യാരക്ടേഴ്സ് ഒക്കെ മെറൈനേഴ്സ് ആണ്. അപ്പോൾ ഒരു ആംഗിള് മെറൈനേഴ്സിന്റെ ആംഗിളാണ്. അതുകൊണ്ടാണ് ലോകത്തിൽ ഇന്ന് വരെ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ കപ്പൽ ഞങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്ന് കാണിക്കുന്നത്. അതിലൂടെ ഈ യങ് ജനറേഷനിൽ കുറച്ചുപേരെയെങ്കിലും മാരിടൈം ഇൻഡസ്ട്രി എന്താണെന്നും ആ ഇൻഡസ്ട്രിയിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ വിജയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇപ്പം അടുത്തൊരു ഗിന്നസ് എൻട്രി ഈ മൂവിക്ക് കിട്ടുന്നത്. ലോകത്തിൽ ഇന്ന് വരെ ചിത്രീകരിക്കപ്പെട്ട ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് ഒബ്ജക്ട് എന്ന നിലയിൽ ഇതിലെ ആ കപ്പൽ വരികയാണ്. ആ ആംഗിൾ, അതുകൊണ്ട് ഈ ചിത്രത്തെ 9 രീതിയിൽ കാണണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സിനിമയ്ക്ക് പോകും. ഒരിക്കലും ഇതൊരു ഡാം ദുരന്തം മാത്രമാണെന്ന് കരുതി പോകരുത്. കേരളത്തിലെ ആനുകാലിക പ്രസക്തി ഇന്നിപ്പോൾ ഒരു മുല്ലപ്പെരിയാർ ഇഷ്യൂ ആയതുകൊണ്ട് മലയാളികൾ മുഴുവൻ ഇതിനെ ആ ആംഗിളിലാണ് കാണുന്നത്. പക്ഷേ ഓരോ ഇതിനകത്ത് ഇപ്പോൾ ആയുർവേദ ഡോക്ടേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ആയുർവേദിക് മൂവി. ഇതിനകത്ത് 9 രീതിയിലുള്ള ആയുർവേദ ചികിത്സകൾ കാണിക്കുന്നുണ്ട്. മ്യൂസിക്കൽ ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ 9 ഗാനങ്ങൾ ഇതിനകത്തുണ്ട്. അതൊരു 5000 വർഷത്തിന് മുമ്പുള്ള വേദമന്ത്രങ്ങളിൽ നിന്ന് മോഡേൺ റാപ്പ് വരെ വരുന്ന രീതിയിലുള്ള ഒരു മ്യൂസിക്കിന്റെ ജേർണിയാണ്. അപ്പോൾ നിങ്ങൾ ഏത് ആംഗിൾ അതിനെ കാണുന്നു എന്നുള്ളതാണ്. മെറൈനേഴ്സ് മുഴുവൻ ഇത് കാണുന്നത് ഒരു മാരിടൈം ആംഗിളിലാണ്. അതുകൊണ്ടാണ് കപ്പലിന്റെ സീൻസ് ഇത് കൊണ്ടുവന്നത്. Good morning to all and good morning sir. Today I want to ask you, Dam 999 എന്ന ഫിലിം കണ്ടിട്ട് ജനങ്ങളുടെ പ്രതികരണങ്ങൾ അവർ വിചാരിക്കുന്നത് പൊളിറ്റിക്കലി ബേസ്ഡ് ഫിലിം ആണെന്ന്, which means മുല്ലപ്പെരിയാർ ഇഷ്യൂവിൽ കേരളയും തമിഴ്നാടും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്. So what do you want to tell? Is it truly a politically based film or not? നിങ്ങൾ ഏത് രീതിയിൽ കാണുന്നു ഇതിനെ? നിങ്ങൾ ഒരു കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ മുല്ലപ്പെരിയാറിന്റെ ആംഗിളിൽ തന്നെ കാണേണ്ടതാണ്. കാര്യം നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം 40 ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ ഉണ്ടാക്കുന്ന ഭീതി, 25 ലക്ഷത്തോളം ജനങ്ങൾ മരിച്ചേക്കാം എന്നുള്ള ഒരു യാഥാർത്ഥ്യം. അതേസമയം തമിഴ്നാടിന്റെ കേസിൽ നോക്കുക, ജലം ഒരുപക്ഷെ ഒരു അടുത്ത ലോക മഹായുദ്ധം ഉണ്ടാകുന്നത് ജലത്തിന് വേണ്ടിയായിരിക്കാം. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാറിലെ ജലം എന്ന് നിൽക്കുന്നോ അന്ന് അവിടുത്തെ 5 ജില്ലകൾ വറ്റി വരളുന്നൊരവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും തമിഴ്നാടിന് ജലവും കേരളത്തിന് ജീവനും ഇത് തീർച്ചയായിട്ടും ഈ ചിത്രത്തിലൂടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഞങ്ങൾ ഈ ചിത്രത്തിലൂടെ ലക്ഷ്യമിട്ടത്. Thank you sir. Good morning sir. When we hear the name Dracula, it reminds us about an evil figure. But as your film name suggests, when it becomes Saint Dracula, it seems very contradictory. What made you choose such a very strange and attractive name? സെയിന്റ് ഡ്രാക്കുള എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാം മനസ്സിലുള്ള ഡ്രാക്കുള എന്ന് പറയുന്ന വ്യക്തി ഒരു വാമ്പയർ ആണ്. ബ്രാം സ്റ്റോക്കർ എന്ന് പറയുന്ന എഴുത്തുകാരൻ. ഞാൻ ഡ്രാക്കുള വായിക്കുന്നത് എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഡ്രാക്കുള നോവൽ വായിക്കുന്നത്, ബ്രാം സ്റ്റോക്കറിന്റെ. ഈ ഡ്രാക്കുളയെ ഞാൻ അന്ന് എന്റെ മനസ്സിൽ ഒരു വാമ്പയറായി കടന്നില്ല. അന്ന് മുതൽ എന്റെ മനസ്സിൽ ഒരു ഹീറോയുടെ ഒരു ഇമേജ് എങ്ങനെയോ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ അറിയാതെ എന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ കടന്നതാണ്. പക്ഷെ പിന്നീട് ഞാൻ വായിച്ചറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഡ്രാക്കുള ഒരിക്കലും ഒരു വാമ്പയർ ആയിരുന്നില്ല. അദ്ദേഹത്തിനെ വാമ്പയറായി ചിത്രീകരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ്. റൊമാനിയയിൽ ഇന്ന് നിങ്ങൾ റൊമാനിയ എന്ന് പറയുന്ന രാജ്യത്ത് നിങ്ങൾ ഇന്ന് പോയാൽ ഡ്രാക്കുള എന്ന് പറഞ്ഞ ആ നിമിഷം ഏത് റൊമാനിയക്കാരനും എണീറ്റ് നിന്ന് ബഹുമാനിക്കും. റൊമാനിയയിൽ അദ്ദേഹം അവിടുത്തെ ഓർത്തഡോക്സ് സഭയിലെ ഒരു സെയിന്റ് ആണ്. അവിടുത്തെ ഒരു നാഷണൽ ഹീറോ ആണ്. കുരിശുദ്ധം നയിച്ചത്. ഒരു പക്ഷേ ഇന്ന് യൂറോപ്പ് ഇന്ന് ഒരു ക്രിസ്തീയ ലൈനിൽ പോകുന്നത് ഡ്രാക്കുള എന്ന് പറയുന്ന വ്യക്തി ഉള്ളതുകൊണ്ടാണ്. അന്ന് സഭയ്ക്ക് വേണ്ടി കുരിശുദ്ധം നയിച്ച വ്യക്തിയാണ് ഡ്രാക്കുള. അപ്പോൾ ആ വടക്കൻ വീരഗാഥയിൽ ചന്തുവിന് ഒരു ശാപമോക്ഷം നൽകിയതുപോലെ ഈ സെയിന്റ് ഡ്രാക്കുളയിലൂടെ ബേസിക്കലി ഡ്രാക്കുളയിൽ ഒരു ഭയങ്കര റൊമാൻറ്റിക് എലിമെന്റ് കിടപ്പുണ്ട്. ആ റൊമാൻറ്റിക് എലിമെന്റ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് അവസാനം ഡ്രാക്കുള മരിക്കുന്ന നിമിഷത്തിൽ നിങ്ങളുടെ കണ്ണുകൾ നനയണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ഈ ചിത്രത്തിലൂടെ നമ്മൾ 2-3 കാര്യങ്ങൾ നേടുകയാണ്. ഒന്ന്, ഡ്രാക്കുള സീരീസിൽ ഒരുപാട് ചിത്രങ്ങൾ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് ദ ഫസ്റ്റ് 3D ഡ്രാക്കുള മൂവി എന്നുള്ള ക്രെഡിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ലോകത്തിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് നിർമ്മിക്കപ്പെട്ട
3D ചിത്രം 20 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുകയും 40 ദിവസം കൊണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ നടത്തി അമേരിക്കൻ ഫിലിം മാർക്കറ്റിൽ ഇതിന്റെ ആദ്യ പ്രദർശനവും കഴിഞ്ഞു. ഇത് ഒരുപക്ഷെ അത് കംപ്ലീറ്റ് വിദേശത്ത് വെച്ച് ഷൂട്ട് ചെയ്ത് വിദേശികളെ കൊണ്ട് ചെയ്ത് അത് നമുക്ക് അഭിമാനിക്കാം. ഇതിന്റെ ഡയറക്ഷൻ നടത്തിയിരിക്കുന്നത് രൂപേഷ് പോൾ എന്ന് പറയുന്നൊരു മലയാളിയാണ്. ഞാൻ അതിന്റെ പ്രോജക്ട് ഡിസൈനറാണ്. തീർച്ചയായിട്ടും മലയാളത്തിൽ നിന്നുള്ള കഴിവുള്ള ഡയറക്ടേഴ്സിനെ ഇതുപോലുള്ള ഇന്റർനാഷണൽ പ്രോജക്ട്സിലേക്ക് കൊണ്ടുവരാനും കൂടി ഒരുപക്ഷെ ഡാം 999 ചെയ്ത എന്റെ ഒരു കോൺഫിഡൻസിലൂടെ ആയിരിക്കാം ഇതുപോലെ അടുത്തൊരു വെഞ്ചറിൽ കൈവയ്ക്കാൻ സാധിച്ചത്. Thank you, sir. Sir, you are professionally a marine architect and now you are a well-known film director. So in which field do you feel satisfied? ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് മേക്കർ ആവുക എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി എൻ്റെ ലൈഫിൽ ക്ലാസ് കട്ട് ചെയ്യുന്നത് മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി ഞാൻ കോളേജിലേക്ക് പോകുന്ന വഴി ഇത് ഷൂട്ടിംഗ് കണ്ടു നിന്ന് പോയതാണ്. അന്ന് മുതൽ മനസ്സിൽ കടന്നതാണ് ഒരു ഫിലിം മേക്കർ ആവുക എന്നുള്ളൊരു ആഗ്രഹം. പക്ഷേ എങ്ങനെയോ ഞാൻ എൻ്റെ പ്രൊഫഷൻ ഇപ്പം നമ്മൾ അന്നത്തെ ഒരു രീതി അനുസരിച്ചിട്ട് പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടർ ആവുക, ആ രീതിയിൽ ഞാൻ എൻ്റെ ഫീൽഡ് ഒരു നേവൽ ആർക്കിടെക്ട് ആവാനായിട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു. പക്ഷേ സാധാരണ പലപ്പോഴും കലാകാരന്മാർ ഒരു ഏതെങ്കിലും മറ്റൊരു പ്രൊഫഷനിൽ പോയി കഴിഞ്ഞാൽ ആ പ്രൊഫഷൻ മറന്നുകൊണ്ട് കലയുടെ പുറകെ പോകും. ഞാൻ ഒരിക്കലും അങ്ങനെ പോയിട്ടില്ല. ഞാൻ എൻ്റെ പ്രൊഫഷനിൽ നിന്നുകൊണ്ട് അത് ചെയ്തതിന് ശേഷമാണ് എൻ്റെ ഡ്രീമിലേക്ക് മടങ്ങി വന്നത്. അതും ഞാൻ ഒരിക്കലും എൻ്റെ പ്രൊഫഷൻ വിട്ടിട്ടല്ല ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമയിൽ മാരിടൈം എലിമെന്റ് കൊണ്ടുവന്നത്. ഇതിലൂടെ മാരിടൈം ഇൻഡസ്ട്രിക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ പ്രൊഫഷന് എന്തെങ്കിലും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമയിൽ ആ ഒരു എലിമെന്റ് വന്നത്. മാത്രമല്ല ഇതിന് മുമ്പ് തന്നെ വിഷ്വൽ മീഡിയയിലേക്ക് വരാൻ വേണ്ടി ലോകത്തിലെ ആദ്യത്തെ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലെ ഒരു ടെലിവിഷൻ ചാനലും തുടങ്ങിയതിന് ശേഷമാണ് ഈ പ്രോജക്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ എൻ്റെ പ്രൊഫഷനെ ഇതിനെയും കൂടെ മാറ്റിയിട്ടില്ല. ഇതിനെയും കൂടെ രണ്ടിനും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ അടുത്ത് ഡയറക്ട് ചെയ്യുന്ന എൻ്റെ പ്രോജക്റ്റ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സൊമാലിയൻ പൈറേറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഷിപ്പിംഗ് ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം അത് കോമൺ മാനിനെ വരെ അഫക്ട് ചെയ്യുന്നതാണ്. കാര്യം ലോകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 90% കാർഗോ മൂവ്മെന്റ് നടക്കുന്നത് കടലിലൂടെയാണ്. അപ്പോൾ ഈ കടൽ കൊള്ളക്കാർ ഉണ്ടാക്കുന്ന ഏത് നഷ്ടവും അത് അവസാനം ആ നഷ്ടം നൽകുന്നത് ഒരിക്കലും ഷിപ്പ് ഓണേഴ്സ് അല്ല. അത് ഒടുവിൽ ഇൻഷുറൻസിലൂടെയും അതിന്റെ പ്രീമിയം അടയ്ക്കുന്നത് അതിന്റെ ഫ്രൈറ്റ് റേറ്റ്സ് കൂടുന്ന വഴി സാധാരണ ഒരു ജനം എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ അതിനുള്ളിൽ ആ വില അതിന്റെ നഷ്ടം കടന്നു വരികയാണ്. അപ്പോൾ ഈ സൊമാലിയൻ പൈറേറ്റ്സ് ഉണ്ടാക്കുന്ന ഏത് നഷ്ടവും സാധാരണക്കാരനെ അഫക്ട് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഈ ചിത്രത്തിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. അതുപോലെ ഒരു കടൽക്കൊള്ളക്കാരൻ ജനിക്കുന്ന കടൽക്കൊള്ളക്കാരനായിട്ടല്ല, സമൂഹം അവനെ കടൽക്കൊള്ളക്കാരനായി മാറ്റുകയാണ്. അപ്പോൾ സൊമാലിയയിൽ ഇന്ന് കടൽക്കൊള്ളക്കാരുണ്ടാകുന്നില്ല, അതിന് ഉത്തരവാദികൾ നമ്മളും കൂടിയാണ് എന്നുള്ളതും ഈ ചിത്രത്തിലൂടെ പറയാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ എന്റെ പ്രൊഫഷനെയും ഈ സിനിമാ രംഗത്തെയും രണ്ടായി കാണുന്നില്ല, രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. Dam 999 was a film which was based on a social issue. സാർ ഇനിയും പല സിനിമകൾ ചെയ്യുമായിരിക്കും, പക്ഷേ മറ്റു സിനിമ ചെയ്യുന്ന ആൾക്കാരെ പോലെ സാറിന്റെ സിനിമയും വെറും ക്ഷണികമായ മാനസിക ഉല്ലാസത്തിന് വേണ്ടി മാത്രമായി ചുരുങ്ങിപ്പോകുമോ? ലോകം ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരും അറിയാതെ പോകുന്നതാണ് ഡാമുകൾ ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ. കഴിഞ്ഞ 1000 വർഷത്തിനിടയിൽ 2000-ഓളം ഡാം ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഒരിക്കലും ഹിരോഷിമയിലും നാഗസാക്കിയിലും മനുഷ്യനിട്ട മാൻമെയ്ഡ് ദുരന്തം ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ആറ്റം ബോംബ് ഉണ്ടാക്കിയ ദുരന്തമല്ല. 1975 ചൈനയിലെ ബാങ്ക്യാവോ ഡാം ദുരന്തം ഉണ്ടാക്കിയ 2.5 ലക്ഷം പേർ ഒരു ദിവസം മരിച്ചതാണ്. അപ്പോൾ അതുപോലെ ഇന്ന് ലോകത്തിലെ 4000-ലേറെ, അത് ഞങ്ങൾ സിനിമ അത് പ്ലാൻ ചെയ്യുമ്പോൾ 4000 ആയിരുന്നു, ഇന്ന് ആ ഫിഗർ 5000 ആയിട്ടുണ്ട്. 2020 40,000 ഡാമുകൾ ലോകത്തിൽ കാലപ്പഴക്കം ചെയ്യുന്നിട്ടുണ്ട്. പക്ഷേ എല്ലാ ഡാമുകളും ഇത് മുല്ലപ്പെരിയാർ പോലെയാണ്. ഒരിക്കലും പ്രവൃത്തിയിലിരിക്കുന്ന ഒരു ഡാമിനെ മാറ്റിപ്പണിയുന്നതിനെ കുറിച്ച് ആരും ആലോചിച്ചു തുടങ്ങിയിട്ടില്ല. ഈ ചിത്രത്തിലൂടെ ഞങ്ങൾ ലോകം മുഴുവൻ, ഈ ചിത്രം 200-ഓളം രാജ്യങ്ങളിലാണ് ചെല്ലുന്നത്, എല്ലാ രാജ്യത്തും എങ്ങനെ ഈ ഡാമുകൾ ദുരന്തം വിതയ്ക്കാം, അതിനുവേണ്ടി നമ്മൾ എങ്ങനെ ഇപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് മാറ്റി ചിന്തിച്ചു തുടങ്ങിയില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ മനുഷ്യ ഒരു മോഡേൺ സിവിലൈസേഷൻ ഒരുപക്ഷെ ഡാം ദുരന്തങ്ങളിൽ ഒലിച്ചു പോയേക്കാം എന്നുള്ള ഒരു മെസ്സേജാണ് ഇതിലൂടെ കൊടുക്കുന്നത്. അല്ലാതെ ക്ഷണികമായ ഒരു സൈക്കോസിസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമേ അല്ല.